കൂടെയുള്ളോരെല്ലാം മൂടുകല്ലു വെച്ചു പിരിഞ്ഞു പോയാൽ ആരും തുണയില്ലാതായാൽ ആരും തുണയില്ലാതായാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോന്നോരോന്നെടുത്ത് പറയാം. മുനീർ ചേറൂരിന്റെ ചോദ്യം, ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണോ അല്ലേ? ആണെങ്കിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതിൽ അഭൗതികതയില്ല എന്ന അബ്ദുൽ ജബ്ബാറിന്റെ പരാമർശം ശിർക്കാവില്ലേ? എന്തിനാണ് ശിർക്കായ കാര്യം മുജാഹിദ് പ്രവർത്തനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള തേട്ടങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന വാദം പൊളിഞ്ഞില്ലേ? അല്ലെങ്കിൽ ശിർക്ക് അല്ലെങ്കിൽ ജിന്നിനോടും മലക്കിനോടും ഒരു കാര്യവും ചോദിച്ചാൽ ശിർക്ക് വരില്ലേ? ജിന്നിന്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനും കഴിവിനും പരിധിയില്ലേ? എത്ര ഏതെല്ലാം കാര്യങ്ങൾ ജിന്നോടും മലക്കോടും ചോദിച്ചാലാണ് ശിർക്ക് വരിക, വരാതിരിക്കുക? മുനീർ ചേറൂർ, യഥാർത്ഥത്തില് ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങളൊക്കെ പറയുന്നു എന്നൊരു പുകമറ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും തിരക്കടില്ല, ഹാരിസ് ആയാലും തിരക്കടില്ല, ആ ഉദ്ധരണി ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉദ്ധരണി ഇപ്പൊ കാണിക്കണം. ഇത് കീഴിന് മുമ്പ് കൊണ്ടുവന്നോളൂ. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? അത് കൊണ്ടുവരിക ഉദ്ധരണി. ആ ഉദ്ധരണി കാണിക്കുക. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി, അത് വായിക്കും, എന്നിട്ട് വായിക്കും. മുനീർ എഴുതി തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞതാണ്. മനസ്സിലായി? പ്രാർത്ഥന എന്ന വാചകം അതിലില്ല. സഹായം എന്നാണ് പറഞ്ഞത്. അതൊന്ന് വായിക്കാം. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായത്താണല്ലോ പ്രാർത്ഥന എന്നില്ല. എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്തിനെ പറ്റിയാ? നമ്മൾ തമ്മിലാണ്. അതെ, നമ്മൾ തമ്മിലാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദേശിയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കിനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലേ? അല്ലാതെ എവിടെ പറഞ്ഞത്? അത് വിളിച്ചു തേടാൻ എവിടെ പറഞ്ഞത്? അത് വായിക്കും, ഉദ്ധരണി വായിക്കും. അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹി 2007 ഏപ്രിൽ. ഞാൻ വായിക്കണം, വായിച്ചു നിങ്ങൾക്കത്. അതായത് അമ്പലക്കടവ് പൈസക്ക് മറുപടി കൊടുക്കുകയാണ്. തൗഹീദിന്റെ വിഷയത്തിലല്ല, അമ്പലക്കടവിന്റെ അല്ല, അറിയാം, എനിക്കറിയാം. അത് ആദ്യം എന്റേത് കേൾക്കാം. അമ്പലക്കടവിന്റെ അധികംബീര ചോദ്യങ്ങൾ. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അത് ഫൈസി വാദിക്കുന്നല്ല, നമ്മൾ വാദിക്കുന്നതാണ്. ഫൈസി വാദിക്കുന്നത് എന്നിട്ട് അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതെന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്. മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് പൈസയ്ക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണിയിലൂടെ പൈസ അത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പൈസയെ പറയാം. ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റച്ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമിഴ്ത്തിയടിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാമിന് കഴിയുമെന്നും അത് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായോ ആണോ എന്ന് വരുന്നില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീലാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോട് കൂടെ മരിപ്പിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ്. അതായത് നേരെ കാണുമ്പോൾ അതല്ല പോയിന്റിലേക്ക് എത്തുകയാണ്. ഞാൻ പോയിന്റിലേക്ക് എത്താൻ പിന്നെ പറയുന്നു. ഇത് പറഞ്ഞ ആദ്യം, അതായത് തങ്ങളുടെ കൺമുമ്പിൽ മലക്കിനെ കണ്ടാൽ അത് ശിർക്ക്, മലക്കിനെ കണ്ടില്ലെങ്കിൽ അത് ശിർക്കില്ല എന്ന് പറഞ്ഞ ശേഷം പറയാണ്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ഒരാൾ തന്റെ തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം, ആയിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കയ്യിൽപ്പെടാത്തതോ തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല, ശിർക്കല്ല. എന്നിട്ട് പറയുന്നു,
ഇതാണ് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ. പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തോട്ടം അതിനില്ല. കഴിഞ്ഞോ? ഇതിലെവിടെ ശിർക്കുള്ളത്? ഇതിലെവിടെ ഇപ്പൊ ശിർക്കുള്ളത്? അല്ല, ശിർക്കുള്ളത് പറഞ്ഞേ, നിങ്ങൾ ഇതിലെവിടെ ശിർക്കുള്ളത്? ഇതിൽ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാന്നോ ഇസ്തിഗാസ നേടാന്നോ എവിടെ ഉള്ളതില്ല? എന്ത് വൈകോടിക്കാൾ പറയട്ടെ, ഇത് ജായിസല്ല. അതിൽ ചോദ്യം എന്താണ്? ശിർക്കാണോ അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്നവിടെ പറഞ്ഞില്ലേ ശിർക്കാണ് നിങ്ങളെ തെളിയിക്കേണ്ടത്. എങ്ങനെ ശിർക്കായി? എങ്ങനെ അത് ശിർക്കായി നിങ്ങൾ തെളിയിക്കണം? ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല. ഈ പറഞ്ഞത് ഈ ഇസ്ലാഹിലെ ഉദ്ധരണിയിൽ പറഞ്ഞ ശിർക്കല്ല. അല്ല, മൊത്തത്തിൽ ജിന്നിനോട് ഒരു കാര്യവും ശിർക്കല്ല. ജിന്നിനോട് സഹായം തേടുന്നത് പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണെങ്കിൽ അത് ശിർക്കാണ്. അത് ഏതെല്ലാം വരും? ഏത് കാര്യം എങ്ങനെ? അതാണ് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തേടിയാൽ അത് ശിർക്കാകും. അത് ആരോട് തേടിയാലും, മനുഷ്യനോട് തേടിയാലും മലക്കിനോട് തേടിയാലും അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഏതിനോട് തേടിയാലും അതെന്ത് കാര്യം? എന്ത് കാര്യം? ഇതിൽ ശിർക്ക് എവിടെയെന്നാ പറഞ്ഞത്? നിങ്ങൾ അവിടേക്കൊന്നും ഉദ്ധരണിയിൽ ശിർക്ക് എവിടെ നിങ്ങൾ പറഞ്ഞാണ്? ശിർക്കല്ലാന്ന് ജബ്ബാർ വിളി പറഞ്ഞു. ഉച്ചത്തിൽ വിളിച്ചു പറയാണ്. പകൽ വെളിച്ചത്തില് വിജനമായ മരുഭൂമിയിലൂടെ ഒരാൾ വഴി അറിയാതെ നടന്നു നീങ്ങാണ്. പരിസരത്ത് ആരും കാണുന്നില്ല. അപ്പൊ ശബ്ദം കേൾക്കുന്ന ദൂരത്ത് മലക്കോ മനുഷ്യനോ ജിന്നോ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ എന്തിനാ? സഹായതേട്ടാണെങ്കിൽ എവിടുന്നും കേൾക്കൂലേ? എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കൂലേ? അതല്ലേ സഹായതേട്ടം. ഇവര് പറഞ്ഞ ഇസ്തിഗാസ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒച്ച കേൾക്കണ ദൂരത്തുള്ളവരടാ. അങ്ങനെ ഒരാൾ പറഞ്ഞാലും അതിന് ശിർക്ക് വരൂല. അത് ഇസ്ലാം അനുവദിച്ചതല്ല. ഇസ്ലാം കേൾക്കുന്നതല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന. ഇവിടെ ജിന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ച കേൾക്കൂലേ? ഇവിടെ ഇപ്പൊ ജിന്നുകൾ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ ജിന്നുകൾ ഉണ്ടാവും, മലക്കുകളുണ്ടാവും. നമ്മളീ പറഞ്ഞ കോലി കേൾക്കൂലേ? ഇപ്പൊ കേട്ടില്ലേ? നേരത്തെ ശൈത്താൻ വന്നിട്ട് ജ്യോത്സ്യന്മാരെ ചെവിയിൽ ഇട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ? ശൈത്താന്റെ ശബ്ദം ജ്യോത്സ്യം കേൾക്കുന്നുണ്ട്. ഇതിലെവിടെയുള്ളത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഒരു പുകമറുണ്ടാക്കല. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇതിലൊരു ശിർക്കുമില്ല. ശിർക്കില്ല. ഇതിന് തൊട്ടടുത്ത വാദ്യം കൂടി ഞാൻ വായിച്ചു തരാം കേട്ടോ. തൗഹീദ് സമഗ്രവല്ലം എന്ന പുസ്തകത്തിൽ എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിന് സമാനമായ ഒരു സംഭവം പറയാം. നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി പറയുന്നു, മുസ്ലിയാർ എഴുതുന്നു, ഇതുപോലെ ഒരു ഇറ്റു കുളിർവെള്ളത്തിന് വേണ്ടി ദാഹിച്ച അവശയായ ഹാജറ ബീവി വിജനമായ സഫാ മറുവക്കിടയിൽ ഓടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മഹദി ഒരു അശരീരി കേൾക്കുകയും, അശരീരി എന്ന ശരീരം കാണുന്നില്ല, ഒച്ച കേൾക്കുന്നില്ല, വേറെ ആരുമില്ല, ഇവര് മാത്രമേ, ഹാജറ ബീവി മാത്രമേ ഉള്ളൂ. അന്നേരം നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ, ഹാജറ ബീവി കണ്ടോ എന്ന് പറയുകയും ചെയ്തു. തൗഹീദ് ഒരു സമഗ്രമാണ്. ഇസ്തിഗാസക്ക് നിലവേറ്റ് മുസ്ലിയാർ ഉദ്ധരിച്ചതാ. അതിന് സുല്ലമിന്റെ മറുപടി, അദൃശ്യ മാർഗത്തിലൂടെ സഹായം ചോദിക്കുക എന്നതിന്റെ വിവക്ഷ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബാലിശമായി ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഹാജറ ബീവിയുടെ സദസ്സിൽ ജിബ്രീൽ ഹാജറായി ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ മലക്കാണെന്ന് വ്യക്തമായ ഹാജറ ബീവി അദ്ദേഹത്തോട് സഹായം ചോദിച്ചത് അദൃശ്യ മാർഗത്തിലൂടെ സഹായമായി മുസ്ലിയാർ കാണുകയാണെങ്കിൽ ഒരു മതിലിനപ്പുറത്തും ഒരാൾ സഹായം ചോദിക്കുക, കത്തിലൂടെയോ ഫോണിലൂടെയോ ഒരു വിരിയുടെ പിന്നിൽ നിന്നുകൊണ്ടോ സഹായം ചോദിക്കുക മുതലായവയും തെളിവായി ഉദ്ധരിക്കാവുന്നതാണ്. പാവം, കഷ്ടം. അതെന്താ? ഒരു മതിലിനപ്പുറം സഹായം ചോദിക്കുന്നു, ആളെ കാണുന്നില്ല. ഫോണിലൂടെ സഹായം ചോദിക്കുന്നു, ആളെ കാണുന്നില്ല. ഒരു വിരിക്കപ്പുറം സഹായം ചോദിക്കുന്നു, ആളെ കാണുന്നില്ല. അതൊക്കെ ശിർക്കാക്കേണ്ട മുസ്ലിയാക്കന്മാരെ ഇത് ശിർക്കാണെങ്കിൽ എന്ന് ഹാജറ ബീവിയുടെ സംഭവം എടുത്ത് ഉദ്ധരിച്ചു. എന്തിനു വേണ്ടി? അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ ശിർക്കാകുന്ന രൂപമേപ്പരെ പറഞ്ഞു, എന്ത്? ഈമാനോടുകൂടി മരിപ്പിക്കണേ. അവിടെ മലക്കിനെ മുമ്പ് കണ്ടതല്ല വിഷയം, ചോദിക്കുന്ന വിഷയമാണ്. അതിൽ ഒരാൾ മലക്കിനെ കാണുമോ?
ഇവിടെ ഇപ്പൊ ജിബിരിയിലോ മീക്കായിലോ വന്ന നമ്മൾ കാണൂല. സങ്കല്പം മുന്നിൽ കണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചോദിക്കുന്ന വിഷയം എന്താ? അള്ളഹാനോട് മാത്രം ചോദിക്കേണ്ട കാര്യ, ഈമാനോട് കൂടി മരിപ്പിക്കണേ. അതേ സമയത്ത് ജിബിരിലിന് 600 ചിറകുണ്ട് എന്ന് വിശ്വസിച്ചു. ആ ചിറകിൽ ഹിമാലയം എടുത്തുകൊണ്ടെന്നിട്ട് ഒരു നാട്ടിൽ കൊണ്ടുപോയി നശിപ്പിക്കാൻ. ഇപ്പോ പർവ്വതത്തിന്റെ മലക്കിനെ റസൂലുള്ളാഹിനെ എറിഞ്ഞാട്ടിയില്ലേ തായിഫിന്ന്? അപ്പൊ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്ക് എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ പർവ്വതത്തെ ഈ നാട്ടുകാരെ മേലെ മറിച്ചിടാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നാണ്, നിങ്ങൾ സമ്മതിക്കോ റസൂലിനോട്. അപ്പൊ മലക്കിന് സാധിക്കുന്നു ചോദിച്ചാൽ ശിർക്കാവോ? അതാ ഇവിടെ പറഞ്ഞത്. അപ്പൊ അത് ശിർക്കാവൂല. ഹിമാലയം തന്നെ ഇളക്കിപ്പറിച്ച് ചിറകിലേറ്റി കൊണ്ടെന്ന് ഒരു നാടിന്റെ മേലെ പോയി അടിക്കാൻ ഒരു മലക്കിന് സാധിക്കുന്നു വിചാരിച്ചാലും അതിൽ ശിർക്ക് വരുന്നില്ല. അത് മലക്കിന്റെ കഴിവിൽപ്പെട്ടതാ, മലക്കിന്റെ പ്രകൃതിയിൽപ്പെട്ട. തേടിയ പറ്റൂല. ഈ മലക്കേ ഈ പർവ്വതം ഒന്ന് മറിച്ചിട്ട് തരണേന്ന് തേടിയ ശിർക്കാണ്, യാതൊരു സംശയമല്ല. ഇനി ഞാനൊന്ന് വായിച്ചോട്ടെ, ഇനി കുറെ ഉണ്ട് വായിക്കാൻ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ രണ്ടും പറഞ്ഞ് രണ്ടാണ്. അതായത് ഹാജിറ ബീവിന്റെ സംഭവം ആദ്യം എടുക്കുക. ഹാജിറ ബീവി ഒരു അശരീരി കേട്ടതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തേടിയത്. എന്നാൽ ഇവിടെയാണ് എന്റെ ശബ്ദം ആര് കേൾക്കണം? ജിന്നോ മലക്കോ കേൾക്കണം. അവിടെ കാര്യകാരണ ബന്ധമില്ല. ആ കാര്യകാരണ ബന്ധം എന്താണെന്ന് വിശദീകരിക്കണ്ടേ? ഹാജറ ബീവി അശരീരി കേട്ടു. എന്താ അശരീരി? ആളെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. അതാ കാര്യകാരണം. ഇവിടെ എന്താ ഉള്ളത്? കാര്യകാരണം എന്താ? ഒരു ജീവിയുടെ, ഒരു വസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നു എന്നത് കാര്യകാരണ ബന്ധമാണ്. അത് പഠിച്ചില്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചാൽ ഇവിടെ നമ്മളെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാ. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്, ഇവിടെ ജിന്നുകൾ വന്നിട്ട് ഈ ജിന്നുകൾ വന്നിട്ട് പ്രസംഗം കേൾക്കുന്നെന്ന് വിശ്വസിച്ചു, അത് ശിർക്കാ? അതന്നെ പറഞ്ഞു. ഇവിടെ അതേ പറഞ്ഞു, വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നോ മലക്കോ ഉണ്ട് എന്ന് വിശ്വസിച്ചു. അവിടെ ശരിക്കും വരാം. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒച്ച കേൾക്കുന്ന ദൂരത്തുണ്ട്. അപ്പൊ അതാ കാര്യകാരണ ബന്ധം. ഉച്ചത്തിൽ എന്നാ കുറെ ദൂരത്തിന് കേൾക്കൂല, മെല്ലെ പറഞ്ഞ അടുത്തുള്ളത് കേൾക്കുള്ളൂ. കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ദൂരത്തിൽ കേൾക്കും. അത് മൈക്ക് വെച്ച് പറഞ്ഞാൽ അതിലേറെ, അതാ കാര്യകാരണ ബന്ധം. അതേ സമയത്ത് നമുക്കറിയില്ല, എത്ര അറിയില്ലല്ലോ. നമുക്ക് അറിയിച്ചു തന്നോ? റസൂല് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ജിന്നിന്റെ കേൾവിക്ക് പരിധി ഉണ്ടോ? നേരത്തെ പറഞ്ഞു ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്നു. ഇപ്പോൾ പറയുന്നത് നബിക്ക് മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റൂ എന്ന് പറയുന്നു. ലന്ന് ഇസ്ലാമിൽ തെളിവാണ്. ഒരു ഊഹം, ഇവിടെ ജിന്നുണ്ടാവും, അവിടെ ജിന്നുണ്ടാവും, മറ്റൊരു ജിന്നുണ്ടാവും, അവിടെ മലക്കുണ്ടാവും. ഇവിടെ നമ്മളൊക്കെ രണ്ട് ചോദ്യത്തിലും റക്കീബത്തീബില്ലേ, റക്കീബത്തീബിനോട് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. എല്ലാരെയും പറഞ്ഞു ചോദിക്കാൻ പറ്റുന്നു. പിന്നെ വൈരുദ്ധ്യമല്ലേ ചോദിക്കാൻ പറഞ്ഞു. അത് ശരിയാണോ അല്ലോ എന്നുള്ളതാണ് ചോദിക്കാൻ പറയുന്നത്. അല്ലല്ല, അത് നാളെ ചോദിക്കപ്പെടാം. നിങ്ങൾ ഇന്ന് ലൈസൻസ് കൊടുക്കുന്നു, നാളെ ചോദിക്കപ്പെടാം. ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു, നാളെ ഡ്രൈവ് ചെയ്യപ്പെടാം. ഇന്ന് നിങ്ങൾ എന്തിനാണ് ഈ ലൈസൻസ് കൊടുത്തത്? ശിർക്കായ കാര്യം, അത് ശിർക്കാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഹലോ, ശിർക്കാണ് എന്ന് ഒരാൾ തെളിയിക്കാതെ ശിർക്കാവൂല. ജിന്നിന്റെ കേൾവിന്റെ പരിധി എത്രയാണ് ആർക്കറിയാം? അല്ല നമുക്ക് അറിയിച്ചെന്നുണ്ടോ? നമ്മളെ ശബ്ദം കേൾക്കുന്ന ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ക്ലാസ് എടുത്തപ്പോ അവിടെ ജിന്നുകൾ വന്ന് കേട്ടു. അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുത്തു, ഇദാ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമീനാ ഖുർആൻ അജബ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഖുർആൻ ക്ലാസ് ജിന്നുകൾ കേൾക്കും. നമ്മൾ ഈ കേൾക്കുന്ന ജിന്നുകൾ ഇവിടെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ ജിന്നുബാധയുണ്ടായ ആൾക്ക് ജിന്നുബാധയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ റസൂലിന് മാത്രമേ സാധിക്കുള്ളൂ. ശരിയാണ്, റസൂലിന് വഹയുണ്ട്, വഹി നമുക്ക് ഉറപ്പിക്കാറില്ല. പക്ഷെ റുഖ്യ നടത്തിയില്ലേ, സഹാബിക്ക് വഹി ഉണ്ടായിട്ടാ. ചെങ്ങലക്കിട്ട ഭ്രാന്തനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി ചികിത്സിച്ചില്ലേ? അത് ലന്ന. ഈ നിങ്ങൾ ലന്ന് എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ലന്ന് മർജൂഹുണ്ട്, ലന്ന റാജിഹുണ്ട്. അതായത് മികച്ച ഊഹം, ഗാലിബുൽ ലന്ന്. കേമോലി പറഞ്ഞ എന്താ? മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തുന്നതിന് വിരോധമില്ല, അല്ലേ? അപ്പൊ വിചാരിക്കുന്നതാണ്. അതിന് നമ്മൾ തീരുമാനത്തിൽ അങ്ങനെ തന്നെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് തീരുമാനം പുറത്തു വരുമ്പോ നിങ്ങൾക്ക് അതെല്ലാം വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ വായിക്കത് ഇതൊന്ന് വായിച്ചോട്ടെ. ഇത് കുറച്ചാളുണ്ടല്ലോ. ആയിക്കോട്ടെ, നവന് വായിക്കണ്ട.
നിങ്ങൾ പറഞ്ഞു ഒരു ജിന്നിനോട് വിജനമായ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, സഹായം തേടുന്നതിൽ അബോധികതയില്ല. ചിന്തിക്കണം. അപ്പോൾ ഇസ്തിഗാസ എന്ന് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു. എല്ലാം കേൾക്കണം, കേട്ടിട്ട് മറുപടി. ഇസ്തിഗാസ എന്ന് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷെ പിന്നീട് പറയുന്നു അത് പ്രാർത്ഥനയാണെന്ന്. അപ്പോൾ ഒരാൾ അവിടെ ചോദിക്കുമ്പോൾ, അതായത് വിജനമായ സ്ഥലത്ത് കപ്പലിൽ മക്ക മുശ്രിക്കപ്പെട്ടു. ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ കപ്പലിൽ വിജനമായ സ്ഥലത്ത് പെട്ടു. ഈ മക്ക മുശ്രിക്കുകൾ ഇസ്ലാമിന്റെ ജീവനമുഖിൽ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ അവർ മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നവർ ജിന്നുകളിൽ പെട്ടിരുന്നു. അവർ ആ ജിന്നിനെയും കൂടി ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ഏകനായ അള്ളാഹുവിനോട് മാത്രം ആ പ്രതിസന്ധി ഘട്ടത്തിൽ തേടിയത്. അത് ശിർക്കാണെന്ന് നമ്മൾ സമസ്തക്കാരോട് വാദിച്ച് സ്ഥാപിച്ചതാണ്. അതേപോലെ അവിടെ വെള്ളം കിട്ടും, കടലിൽ കുറച്ചും കൂടി വെള്ളം കിട്ടും. ഈ വിജനമായ സ്ഥലം എന്ന് പറയുന്ന മരുഭൂമി, അവിടെ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല മരിക്കുമ്പോ. അത്രയും വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനോട് തേടാ. എന്നാലും നിങ്ങൾ അള്ളാട് തേടേണ്ട ആവശ്യമില്ല. അള്ളാട് തേടേണ്ടത് ഖുറാബികൾ പറഞ്ഞ മാതിരി, പേരോട് പറയുന്ന മാതിരി അള്ളാട് തേടേണ്ടത് ആഫ്റ്റർ ഡെത്ത്. ആഫ്റ്റർ ഡെത്ത് അല്ലല്ല, സമയം നിങ്ങളല്ല പറഞ്ഞത്, ഇത് തീർത്തിട്ടേന്ന് പോകുന്നത്. ആഫ്റ്റർ ഡെത്ത് കാര്യങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുള്ളൂ. ഭൂമിയിലുള്ള ഏത് പ്രയാസത്തിലും അങ്ങനെ തേടാമെങ്കിൽ ഇതേ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് ജിന്നുകൾക്ക് മുത്തും പഴുകളും എടുത്തുകൊണ്ടുവരാൻ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കഴിവ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ അവിടെ വെച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് നിങ്ങൾ ചോദ്യം നിങ്ങൾ പ്രസംഗിക്കല്ലേ. ഇവിടെ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ എന്നാ പറഞ്ഞത്. അല്ലാതെ കടലിൽ വെച്ചുകൊണ്ട് വിളിച്ചു തേടുന്നതിനെ പറ്റിയും വിജനം പോലെ സ്ഥലത്ത് വണ്ടി മറിഞ്ഞു, ഒരു വാഹനം ഒന്ന് കേൾക്കണോ, കേൾക്കണ്ടേ? നീ പറഞ്ഞ ഞാൻ കേട്ടില്ല ഇതുവരെ. ഇന്നത്തെ ഇടയിൽ കയറി സംസാരിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ തന്നെയാണ്. അതിന്റെ അർത്ഥം വേറൊരാളും സഹായം ചോദിക്കാൻ പാടില്ല. കിണറ്റിലൊരാൾ വീണു, പടപ്പുകളെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആരുമില്ല, ആ കിണറ്റിനടുത്ത് ആരുമില്ല. എന്നാലും ഒച്ച കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഒരു വണ്ടി മറിഞ്ഞു ഇരുട്ടത്ത്, ആരെയും കാണില്ല, രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ അള്ളഹാനല്ലേ വിളിക്കണ്ടേ? അള്ളഹാനെ വിളിക്കണം, അള്ളഹാനെ വിളിക്കണോടൊപ്പം ഈ പടപ്പുകളോട് ചോദിക്കാം. ഇതർത്ഥം ഇവിടെ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാൻ പറഞ്ഞതല്ല. അമ്പലക്കടവ് പൈസ അതൊക്കെ ശിർക്കായി ചിത്രീകരിച്ചപ്പോ അതിലൊന്നും നിങ്ങൾക്ക് തെളിവില്ല, അതൊന്നും ശിർക്കാവൂല. നബിയോ സഹാബത്തോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? മലക്കിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സാധനം നിർത്തി ഇങ്ങോട്ട് കൊണ്ടേക്ക്, ഈ സാധനം നിർത്തി അങ്ങോട്ട് കൊണ്ടേക്ക്, അല്ലെങ്കിൽ കടലിൽ പോയിട്ട് മുത്തെടുത്തോണ്ട്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ചെയ്തിട്ടില്ല. നമുക്കതിൽ മാതൃകയും ഇല്ല. നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരാൾ ഇത് തെളിവായി ഉദ്ധരിച്ചാൽ അതിൽ ശിർക്കില്ല എന്ന് പറയല് സലഫികളുടെ ബാധ്യതയാണ്. ഞാൻ നിങ്ങൾക്ക് 2-3 റിപ്പോർട്ടുകൾ പറയാം. ഇപ്പോ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് വിജന പ്രദേശത്ത് വെച്ച് വിളിച്ചാൽ അവർക്ക് സഹായം കിട്ടുമെന്ന ഹദീസ് ഇവർ പലയിടത്തും തെളിവായി ഉദ്ധരിച്ചു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു, മണ്ണാർക്കാട് വെച്ചും പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞ ഹദീസ് ദുർബലമാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദ്യമുണ്ട്, മുനീറിന് തന്നെ ചോദ്യമുണ്ട്. ദുർബലമാണ്, ഹദീസ് ദുർബലമാണ്. പക്ഷെ സഹീഹാണെങ്കിൽ പോലും നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലില്ല. അത് നമ്മൾ മാത്രം പറഞ്ഞല്ല. മുമ്പ് സിയാനത്തുൽ ഇൻസാൻ എന്ന ഗ്രന്ഥത്തിൽ അത്തൗഹീദ് എഴുതാൻ അബ്ദുൽ ഖാദർ മൗലവി സിയാനത്തുൽ ഇൻസാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഹദീസ് ലൈഫാണെന്ന്, മുൻകത്തിയാണെന്ന് പറഞ്ഞ ശേഷം പറയാം വഅലാ തഖദീരി സുബൂതിഹി, ഇതിൽ സഹീഹാണെന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ ഫലൈസ ഫീഹി ഇല്ലാ നിദാഉൽ അഹ്യാ, ജീവനുള്ളവയോടുള്ള സംസാരമല്ലാതെ അതിലൊന്നുമില്ല. ഈ ജീവനുള്ള ആളിൽ കഴിയുന്ന കാര്യത്തെ സംബന്ധിച്ചല്ലാതെ ചോദിച്ചിട്ടില്ല. അതിനെ ഒരാളും നിഷേധിക്കുന്നില്ല. മരിച്ചവരെയും മറ്റ് അചേതന വസ്തുക്കളെയും വിളിക്കാൻ ഈ ഹദീസ് എടുത്തുദ്ധരിക്കൽ അത് പറയുന്നവന് ഒട്ടും ബുദ്ധിയില്ല എന്നതിന്റെ തെളിവാണത്. ഇത് സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസത്തി ശൈഖ് ദഹ്ലാൻ എന്ന ഗ്രന്ഥത്തിൽ ബഷീർ സഹ്സ്വാനി എഴുതിയതാണ്. അപ്പൊ സലഫികൾ ഈ ഹദീസ് ചർച്ച ചെയ്തവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഹീഹാണെങ്കിൽ പോലും അതിൽ പ്രാർത്ഥനയില്ല. നമ്മൾ തമ്മിൽ തർക്കത്തിൽ ഇസ്തിഗാസയില്ല, ശിർക്കില്ല. അത് തന്നെ ഇപ്പൊ അടുത്ത് ഈ അലവി മാലിക്ക് മറുപടി എഴുതിക്കൊണ്ട് ആലു ശൈഖ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഹാദിഹി മഫാഹിമുന. അതിൽ അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, വൽ ഹദീസു അലാ മഅഫിഹി മിൻ അബ്വാബിൽ അദ്കാർ. ഈ ഹദീസ് ലഈഫായതോട് കൂടി തന്നെ ദിക്റുകളുടെ ബാബിൽപ്പെട്ടതാണ്. ലാ യദുല്ലു അലാ മാ യദ്ഈഹി മുബ്തലത മിൻ സുആലിൽ മൗതാ വനഹവിഹി.
ഗൈരിഹിം, മരിച്ചവരോടോ അതുപോലെയുള്ളവരോടോ ചോദിക്കുന്നതിനെ ഇത് അറിയിക്കുന്നില്ല. ബൽ ഇന്നഹു സരീഹും ഫി അന്ന മൻ യുഖാതിബുഹു മാലു തരീഖി, ഇവിടെ സംസാരിക്കുന്നത് വഴിയറിയാത്ത ഒരാളാണ്. വഴിയറിയാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ മലായിക, മലക്കുകളോടാണ്. വഹും യസ്മഊന മുഖാതബതഹു ലഹും, മലക്കുകളോടുള്ള സംസാരം അവർ കേൾക്കുന്നുണ്ട്. വയഖദറൂന അലൽ ഇജാബത്തി ബി റബ്ബിഹിം, റബ്ബിന്റെ അനുമതി പ്രകാരം അതിന് ഇജാബത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. യഅന്നഹും അഹ്യാഉ മുംകിനൂന മിൻ ദലാലത്തിൽ ലാന്നി, വഴി തെറ്റിയവന് വഴി അറിയിച്ചു കൊടുക്കാൻ അവർക്ക് കഴിവുള്ള സൃഷ്ടികളാണവർ. വഹും ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളാണ്. അഹ്യാഉ, ജീവനുള്ളവരാണ്. യസ്മഊന, കേൾക്കുന്നവരാണ്. വയുജീബൂന, ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരാണ്. ബിമാ അഖദറഹും അലൈഹി റബ്ബുഹും, റബ്ബ് അവർക്ക് കഴിവ് കൊടുത്ത വിഷയത്തിൽ. വഹുവ ഇർശാദു വാലി തരീഖി ഫിൽ ഫലാത്ത്, അതെന്താണ്? മരുഭൂമിയിൽ വഴി തെറ്റിയവർക്ക് വഴി തെളിയിച്ചു കൊടുക്കലാണ്. വമൻ ഇസ്തദല്ല ബിഹാദിഹിൽ ആസാരി അലാ നിദാഇ ശഖ്സിൻ മുഅയ്യനിൻ ബിസ്മിഹി, ഒരാളെ പേരെടുത്ത് പ്രത്യേകമാക്കി വിളിക്കുന്നതിന് ആരെങ്കിലും തെളിവാക്കിയാൽ ഫഖദ് കദബ അലാ റസൂലില്ലാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയലാണ്. അപ്പൊ ഹദീസ് ലഈഫാണ് എന്ന് പറയുന്നവർ എല്ലാവരും തന്നെ ഇതിലൊരിക്കലും തന്നെ നമ്മൾ പറയുന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ഇപ്പൊ അടുത്ത് പുറത്തിറങ്ങിയ ഫൈസൽ ജാസിമുൽ ഖസ്സാൻ എന്ന് പറഞ്ഞ കുവൈത്തിലെ സലഫി പണ്ഡിതന്റെ പുസ്തകം, അദ്ദേഹം യാ ഇബാദുല്ലാഹ് എന്ന ഹദീസിനെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഒന്ന് ഹദീസ് ലാ യസ്ഹു, അത് ലഈഫാണ്. രണ്ടാമത്തത് അസ്സാനി അന്നഹു ലൈസ ഫീഹി ദലാലത്തുൻ അലാ മാ ദകറു, അവർ പറഞ്ഞതിന്റെ അതിൽ തെളിവില്ല. ലിഅന്നഹു നിദാഉ ഹാലിൻ, അത് ഹാലറായവരെ വിളിക്കലാണ്. ഇമ്മാ മുസ്ലിമു വൽ ജിന്നി, ഒന്നുകിൽ മുസ്ലിം ജിന്നുകൾ, അതിൽ മലായികത്തുൽ മുവക്കലൂൻ, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. വലിദാലിക അല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഫഇന്ന ലില്ലാഹി ഫിൽ അർളി ഹാലിറൻ, ഒരു റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ അങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില മലക്കുകൾ ഉണ്ട്. മിമ്മാ യദുല്ലു അലാ ഇന്നഹു നിദാഉ ഹാലിൻ മൗജൂദിൻ, ഹാജറുള്ള, ഇവിടെയുള്ള, വിളി കേൾക്കുന്നവരോടുള്ള വർത്തമാനമാണ്. ലാ നിദാഉ മയ്യിത്തിൻ വലാ ഗായിബിൻ, മയ്യിത്തിനോടോ അതുപോലെ ഗായിബിനോടോ ഉള്ളതല്ല. ഈ ഹദീസിൽ പറഞ്ഞ ആ വിഷയം, അത് ആ വാക്ക് മാത്രം പറഞ്ഞാൽ അള്ളാഹു അവിടെ മലക്കുകളെയോ ജിന്നുകളെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വാക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുമെങ്കിൽ അവരവിടെയുള്ള ആളുകൾക്ക് അവരെ കയ്യിൽപ്പെട്ട സഹായം ചെയ്തെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂല. ഹദീസ് ലൈഫാണ്, നമുക്കത് അമലിൽ പ്രശ്നമേ ഇല്ല. പക്ഷെ മറുപടി കൊടുത്തെടുത്ത് എല്ലാ സലഫി പണ്ഡിതന്മാരും എല്ലാ പഴുതും അടച്ച് മറുപടി കൊടുത്തതാണ്. അതിനാണ് ഞാൻ നേരത്തെ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിലാണ് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നത്. ഒന്നും വില പോകുന്നില്ല, 9 കൊല്ലം മാന്തിയിട്ടും കിട്ടിയില്ല. അവസാനം പറഞ്ഞ എന്താ, നിങ്ങള് ജിന്നിനോട് വിളിച്ചു തേടാം, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. എവിടെ മടവൂരി കൊണ്ടുവാ, കേസറ്റ് ഉണ്ട്, പിന്നെ ഓനെ കാണൂല. എവിടെയോ കേസറ്റ് കൊണ്ടുവാ. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. 1000 കുതിരശക്തിയിൽ ലോകത്തുള്ള സർവ്വ മടവൂരികളെയും അവരെ വാലാട്ടികളെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് പറഞ്ഞൊരു ക്ലിപ്പ്, ഒരു ലേഖനം കൊണ്ടുവാ. പലരും വായിക്കാൻ ശ്രമിച്ചു നോക്കി, സാധിച്ചിട്ടില്ല, സാധിക്കൂല. കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂല. കളവിൽ ജനിച്ച് കളവിൽ വളർന്ന് കളവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് മടവൂരിസം എന്ന് പറയുന്നത്. മടവൂരിസം മറ്റൊരു മതമാണ്. വിശ്വാസത്തിലും ആചാരത്തിലും കർമ്മത്തിലും ഇസ്ലാമിന് സമാന്തരമായ മറ്റൊരു മതം